അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അധികം ഓയിലൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒലീവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലായാലും മതി. അപ്പോൾ ഇത് വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഒരു 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് പാല് വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയൊന്ന് തടയി കൊടുത്തിട്ട് ഇത് നമുക്കൊരു 1-2 മണിക്കൂറൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും പൊതുവെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഇതിനെ നമുക്ക് പൊങ്ങാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊരു സൈഡിൽ വേകട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത്, അപ്പോൾ ഞാനിതിലേക്കൊരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതായത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചതച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് അത്ര മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം അങ്ങനെയൊന്നും ആവേണ്ട, ഒന്ന് ചെറുതായിട്ടങ്ങ് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. അതുപോലെ ഒരുവിധം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി, അല്ലാതെ അങ്ങനെ ബ്രൗൺ നിറമൊന്നും ആവണ്ട. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ ചീസും കൂടെ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ കൂണാണ്, മഷ്റൂം. അപ്പോൾ അത് ഞാനൊരു 1/2 കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി സമയം ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മതി കോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഷ് കോണാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൂണൊക്കെ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഫ്രഷ് കോണും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആദ്യം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചല്ലോ, നമ്മൾ ഉപ്പും കുരുമുളകും ഒക്കെ കൂടി ഇട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് ഞാൻ ആറിയ ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഇതാക്കി എടുത്താലും മതി. അപ്പം വലിയ പീസായിട്ടൊന്നും എന്തായാലും കിടക്കരുത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്തായാലും, അല്ലെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്താലും മതിയാവും. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിതിലേക്ക് ക്യാപ്സിക്കമാണ് ഞാൻ അടുത്ത് ചേർക്കുന്നത്. അതും ഒരു 1/4 കപ്പ്, 2-3 ടേബിൾ സ്പൂൺ അത്രയും മതി. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ലാസ്റ്റ് ചേർത്താൽ മതി. അതങ്ങ് ഓവറായിട്ടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല.
പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്കാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 1 ടീസ്പൂൺ ഓളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഫ്ലേവറിനായിട്ട് ഒറിഗാനോ ആണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഗരം മസാല ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറേ മാറിപ്പോവും. അപ്പോൾ ഇത് ശരിക്കും വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒറിഗാനോ എല്ലാ ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മൾ പിസ്സയ്ക്കൊക്കെ ചേർക്കില്ലേ, അത് തന്നെ. അപ്പോൾ ആ ഒരു ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദമാവാണ് ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ 1/4 കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ അപ്പോഴാണ് ആ ഫില്ലിങ്ങിന് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഫില്ലിങ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതിനേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് താണ്ടേ പൊങ്ങി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിനെ ഒരു 7-8 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിപ്പം വേണ്ട, ഈ ഒരു പരുവത്തിന് മതി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ആ ഒരു റൗണ്ട് ഷേപ്പിലല്ല വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അത് നീളത്തിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചീസാണ്. അപ്പോൾ ഞാനിവിടെ മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെഡാറോ മോസറല്ലയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് അത്യാവശ്യം നന്നായിട്ട് വെച്ച് കൊടുത്തോ, കുഴപ്പമില്ല. കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും അത്. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഇതുപോലെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി അതുപോലെ തന്നെ താഴ്ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇത് നമുക്കിനി ഇതിൻ്റെ സൈഡ് നമുക്കിതിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നോർമൽ സാധാ വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ബേക്കായി വരുന്ന സമയത്ത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുട്ടയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള എള്ളാണ്, വൈറ്റ് സീഡ്സാണ്. അപ്പോൾ അതുപോലെ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, അത് ചേർക്കണമെന്നില്ല. കുറച്ച് ഒരു മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സെയിം ടെമ്പറേച്ചറിൽ തന്നെ 25 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാതെയുള്ള നമ്മളൊരു ബണ്ണിൻ്റെ റെസിപ്പി ചെയ്തല്ലോ. അപ്പോൾ ടൈമിംഗ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഫില്ലിംഗ് ഒക്കെ ഇതുപോലെ എടുത്തിട്ട് ഓവൻ ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ചിക്കൻ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.